ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഇന്ന് നിയമസഭ ഏതാണ്ട് പ്രക്ഷുബ്ധമായി. ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ ചോദ്യോത്തര വേളയിൽ തുടക്കം മുതൽ തന്നെ ഭരണകക്ഷികൾ അല്ലെങ്കിൽ ഭരണസാക്ഷി സ്വാഭാവികമായും എതിർക്കുകയും അതുപോലെ തന്നെ അടിയന്തര പ്രമേയത്തിനുള്ള അവകാശം നിഷേധിക്കുകയും ചെയ്തു. ഇത് വലിയ തരത്തിൽ പ്രതിഷേധങ്ങൾക്കിടയാക്കി വലിയ തരത്തിൽ പ്രതിഷേധമുണ്ടാക്കുകയും ചെയ്തു. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്ന സാഹചര്യമുണ്ടായി. ചോദ്യോത്തര വേളയിലെ തുടക്കത്തിൽ തന്നെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഉയർത്തി പ്രതിപക്ഷം സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ചർച്ച അനുവദിക്കില്ലെന്ന സ്പീക്കറുടെ നിലപാടിനെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കുകയും ചെയ്തു. ഇത് വലിയ തരത്തിൽ സഭ ഇന്ന് പ്രത്യക്ഷമായി തന്നെ പറയേണ്ടി വരും. ഒപ്പം തന്നെ അമ്പലം വിഴുങ്ങികളെന്ന ഉയർച്ചയിലുള്ള മുദ്രാവാക്യം വലിയ തരത്തിൽ സഭയിൽ മുഴങ്ങിക്കേട്ടു. അയ്യപ്പൻ്റെ സ്വർണം കട്ടവർ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകളും ബാനറുകളുമായാണ് പ്രതിഷേധം. വലിയ തരത്തിൽ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധം സംഘടിപ്പിക്കുകയും ശരണം വിളിച്ച് പ്രതിഷേധിക്കുകയും ചെയ്ത് പ്രതിഷേധം ശക്തമായതോടെ സ്പീക്കർ ചോദ്യോത്തരവേള റദ്ദാക്കി സഭ താൽക്കാലികമായി നിർത്തിവെച്ചതായും അറിയിച്ചു. 1 മണിക്കൂറിന് ശേഷം സഭ വീണ്ടും തുറന്നെങ്കിലും പ്രതിഷേധം വീണ്ടും പ്രതിപക്ഷം തുടരുകയും ചെയ്തു. ഇതോടെ ബില്ലുകളുടെ അവതരണം ഉൾപ്പെടെയുള്ളവ സഭാ നടപടികൾ വേഗത്തിലാക്കി സ്പീക്കർ ഇന്നത്തേക്ക് നിയമസഭാ സമ്മേളനം അവസാനിപ്പിക്കുകയും ചെയ്തു. പ്രതിഷേധ പ്രകടനമായി പ്രതിപക്ഷം സഭ വിട്ടിറങ്ങുകയും ചെയ്തു. സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിന് പങ്കുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണം വേണമെന്നും ദേവസ്വം മന്ത്രിയുടെ രാജി, ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പുറത്താക്കൽ എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സഭയ്ക്കകത്തും പുറത്തുമായി പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത്. ഇവിടെ ഈ വിഷയങ്ങളെല്ലാം നടക്കുമ്പോൾ ഏറെ കൗതുകമുണ്ടാക്കിയ അല്ലെങ്കിൽ ഏറെ ശ്രദ്ധയാകർഷിച്ച സഭയിൽ നടന്ന മറ്റു പല സംഭവങ്ങൾ കൂടിയുണ്ട്. പ്രതിഷേധം ശക്തമായപ്പോൾ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി സംസാരിക്കുന്ന സാഹചര്യമുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഒരു മര്യാദയും ഇല്ലാതെയാണ് സഭയിൽ പെരുമാറുന്നതെന്നും മര്യാദ എന്താണെന്ന് ഞാൻ പഠിപ്പിക്കാമെന്നാണ്. സഭയിൽ എന്താണ് മര്യാദ എന്ന് ശിവൻകുട്ടി പഠിപ്പിച്ച പാഠം നമുക്കൊന്ന് ആദ്യം കണ്ടിട്ട് വരാം. സാർ ഈ നിയമസഭയിൽ ഞങ്ങളൊക്കെ മുൻപ് അംഗങ്ങളായിരുന്നവരാണ്. ഞങ്ങളെല്ലാം ശക്തിയായി പ്രതിഷേധിച്ചിട്ടുണ്ട്. ശക്തിയായി പ്രതിഷേധിക്കാൻ അവസരം കിട്ടിയപ്പോഴെല്ലാം പ്രതിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പം നടന്നു വരുന്ന രൂപത്തിലുള്ള ഒരു പ്രതിഷേധവും ഈ സഭയിൽ ഉണ്ടായിട്ടില്ല. ഒന്ന്, സാർ ഈ പാരലൽ സഭ ഒരിക്കലും ഇവിടെ കൂടിയിട്ടില്ല. അതുപോലെ തന്നെ ഈ സഭയ്ക്കകത്ത് സത്യാഗ്രഹ സമരം ഒരിക്കലും ഇവിടെ നടന്നിട്ടില്ല. സഭയ്ക്ക് പുറത്ത് സത്യാഗ്രഹ സമരം നടത്തിയിട്ടുണ്ട്. സാർ പാവപ്പെട്ട വാച്ച് വാർഡ് വനിതാ അംഗങ്ങളെ കയ്യും കാലും അടിച്ചൊഴിച്ചതിന്റെ പേരിൽ കേസെടുത്തതിന് പിന്നെ പ്രതിഷേധിക്കുക, അത് എവിടുത്തെ ന്യായമാണ് സാർ? ഇവിടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് സാർ. അവർ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് 2015 മാർച്ച് 13 വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഈ ദൃശ്യത്തിൽ നമുക്കറിയാം ഈ പറഞ്ഞ ശിവൻകുട്ടി എന്ന ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അന്ന് സഭയിൽ ആറാടിയത് എങ്ങനെയാണെന്ന്. ഇതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് ഈ പറഞ്ഞ ബാർ കോഴയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ബജറ്റ് സമ്മേളനത്തിലാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. വലിയ തരത്തിൽ അന്ന് പ്രതിഷേധമുണ്ടാകുന്നു. അന്ന് ഉമ്മൻചാണ്ടിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. KM മാണിയുമായി ബന്ധപ്പെട്ട ബാർകോഴ വിവാദത്തിൽ വിഷയം വലിയ തരത്തിൽ ചർച്ചയാകുമ്പോൾ ബജറ്റ് അവതരിപ്പിക്കേണ്ട മാണിയെ യാതൊരു കാരണവശാലും ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് അന്നത്തെ പ്രതിപക്ഷം അതായത് CPM നിലപാട് സ്വീകരിച്ചു. ആ നിലപാടിന് വിപരീതമായി അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞത് ഇനി എന്ത് തന്നെ വന്നാലും KM മാണി തന്നെ ബജറ്റ് അവതരിപ്പിക്കുന്നതാണ്. അന്ന് ബജറ്റ് അവതരിപ്പിക്കുന്നതിൻ്റെ തലേ ദിവസം ആദ്യം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ചെയ്തത് യുവ MLA മാരെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, നിങ്ങളിന്ന് വീട്ടിൽ പോകരുത്, പകരം നിങ്ങളിന്ന് ഇവിടെ ഉണ്ടാകണം. ഇവിടെ ഉണ്ടാകുക മാത്രമല്ല മാണിക്ക് കാവലായി നിങ്ങളിവിടെ ഉണ്ടാകണമെന്ന് അറിയിക്കുകയും ചെയ്തു. അന്ന് സഭയിൽ യുവ MLA മാരെല്ലാം അന്ന് സഭയിൽ തന്നെ തങ്ങുകയും ആ രാത്രി അവിടെയാണ് കഴിച്ചു കൂട്ടിയതെല്ലാം. പിന്നീട് രാവിലെ ഈ പറഞ്ഞ യോഗം തുടങ്ങുന്നതിന് സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഇതിന് മുന്നേ ഉണ്ടായൊരു സംഭവം കൂടിയുണ്ട്. ഇവിടെ KM മാണി സ്ഥിരമായിരിക്കുന്നൊരു പീഠമുണ്ട്. സ്ഥിരമായിരിക്കുന്ന പീഠം അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് ആദ്യം തന്നെ സ്പീക്കർക്ക് ഒരു കത്ത് കൊടുക്കുകയാണ് ഉമ്മൻചാണ്ടി. ഇന്ന് KM മാണി ഇരിക്കുന്ന സ്ഥലം വേറെയാണ് എന്ന് പറഞ്ഞ് ആദ്യമേ കത്ത് കൊടുത്തു. കത്ത് കൊടുക്കുക മാത്രമല്ല ബുദ്ധിപരമായി ചെയ്ത മറ്റൊരു കാര്യം, KM മാണിയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആ പീഠം എടുത്തു മാറ്റാതെ അത് അങ്ങനെ തന്നെ വെക്കുകയും അപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷം വിചാരിക്കും ഇന്ന്, അതായത് പ്രതിപക്ഷം CPM വിചാരിക്കും ഇന്ന് KM മാണി ബജറ്റ് അവതരിപ്പിക്കാൻ വന്ന് നിൽക്കുന്ന സ്ഥലം പഴയ സ്ഥലത്ത് തന്നെ ആയിരിക്കും എന്നായിരുന്നു ഇവരുടെ പ്രതീക്ഷ. എന്നാൽ ഉമ്മൻചാണ്ടി നേരത്തെ തന്നെ കത്ത് കൊടുക്കുകയും സീറ്റ് മാറ്റി മറ്റൊരു സീറ്റിലേക്ക് മാറുകയും ചെയ്തു. അത് പ്രതിപക്ഷം അറിഞ്ഞിരുന്നില്ല, അതായത് അന്നത്തെ CPM അറിഞ്ഞിരുന്നില്ല. അന്ന് പിന്നീട് KM മാണി
വലിയ സപ്പോർട്ട് വാച്ചാമാർഡന്മാരുടെ വലിയ സപ്പോർട്ടോടുകൂടി വലിയ ഈ പറഞ്ഞ പ്രൊട്ടക്ഷനോടുകൂടി സഭയിലേക്ക് വരികയും ബജറ്റ് അവതരിപ്പിക്കുകയും ചെയ്തതിന് ശേഷമുണ്ടായ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. അവിടെ അന്ന് CPM നേതാക്കളുടെ MLA-മാരുടെയൊക്കെ അഴിഞ്ഞാട്ടമാണെന്ന് സഭയിൽ കണ്ടത്. ശിവൻകുട്ടി എന്ന ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി മുണ്ടും മടക്കി കുത്തി നിന്ന് സഭയിൽ ആറാടിയത് അന്നത്തെ കേരളം കണ്ട കാഴ്ചയാണ്. ആ കാഴ്ച നാം ഒരു നാളും മറക്കാൻ സാധ്യതയില്ല. പിന്നീട് അവർ കോടതി വന്നപ്പോൾ പറഞ്ഞതും അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കാനും വ്യാജ സത്യവാങ്മൂലം നൽകുകയൊക്കെ ചെയ്തിരുന്നെങ്കിലും അതൊക്കെ കേരളം കണ്ടതാണ്. എല്ലാ ചാനലിലൂടെയും അന്ന് കേരളം കണ്ട് ചിരിച്ച് പോയതാണ്. പിന്നീട് വലിയ തരത്തിൽ സഭയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ശിവൻകുട്ടിയുടെ ഈ പ്രതിഷേധം ഇപ്പോഴും വലിയ നാഴികക്കല്ലായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതേ ശിവൻകുട്ടി ഇന്നൊന്ന് പറയുകയാണ് സഭയിൽ മര്യാദ പാലിക്കണമെന്ന് പറയുമ്പോൾ പ്രതിപക്ഷം, അതായത് ഇന്നത്തെ പ്രതിപക്ഷമായ UDF അത് എങ്ങനെ എടുക്കണമെന്നാണ് VD സതീശൻ അടക്കമുള്ളവർ ചോദിക്കുന്നത്. ഒപ്പം തന്നെ VD സതീശൻ പറയുന്നത് ശിവൻകുട്ടി ഞങ്ങളെ പഠിപ്പിക്കേണ്ട, അടിവസ്ത്രം വരെ കാണിച്ചുകൊണ്ട് സഭയിൽ ആറാടിയത് അഴിഞ്ഞാടിയത് ഞങ്ങൾ കണ്ടതാണ്, അതുകൊണ്ട് ഞങ്ങളെ പ്രതിഷേധിക്കാൻ പഠിപ്പിക്കരുത് എന്നാണ് VD സതീശൻ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തിൻ്റെ മാധ്യമ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത് ഇത് തന്നെയാണ്. അതുകൂടി നമുക്കൊന്ന് കണ്ടുവരാം. മന്ത്രി ശിവൻകുട്ടി പറയാണ് മര്യാദ വേണം സമരം ചെയ്യണേന്. എങ്ങനെയാണ് സമരം ചെയ്യണമെന്ന് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ദയവേത് അദ്ദേഹം കാണിക്കരുത്. അദ്ദേഹത്തിന്റെ അടിവസ്ത്രം വരെ പണ്ട് കണ്ടതാണ് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ. അദ്ദേഹം കാണിച്ചു തരരുത് മര്യാദയും എങ്ങനെയാണ് സമരം ചെയ്യണമെന്ന്. ദയവേത് കാണിച്ചു തരരുത്. എന്തൊരു തമാശയാണ് ഇവർ പറയുന്നത്. വളരെ ഗൗരവതരമായ ഈ വിഷയം ഇന്ന് ചേരുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതിയും നാളെ ചേരുന്ന UDF-ഉം ഗൗരവകരമായി ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഈ 3 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട്. ഇപ്പോൾ സതീശൻ പറഞ്ഞിരിക്കുന്ന ഇതേ കാര്യങ്ങൾ തന്നെയാണ് അന്ന് സഭയിൽ നടന്നിട്ടുള്ളത്. ഇവിടെ 2015 മാർച്ച് 13 അന്നത്തെ സഭയിൽ നടന്ന അല്ലെങ്കിൽ പ്രക്ഷുബ്ധമായത് ഒരുപക്ഷെ നാളിന്ന് വരെ ഒരു സഭയിലും, അതായത് കേരളത്തിലെ സഭകളിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത, ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള പ്രതിഷേധമാണ് അന്ന് സഭയിലുണ്ടായത്. സ്പീക്കറുടെ ചെയർ വരെ വലിച്ചെടുത്ത് കളയുന്ന സാഹചര്യം ഉണ്ടാകുന്നു, ചെയറെടുത്ത് പുറത്തെറിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു, കമ്പ്യൂട്ടർ ടേബിളുകൾ നശിപ്പിക്കുന്നു, അതുപോലെ കമ്പ്യൂട്ടറുകൾ തല്ലിപ്പൊളിക്കുന്നു, കീബോർഡുകൾ അടിച്ചു പൊട്ടിക്കുന്നു. അങ്ങനെ തുടങ്ങി മുണ്ട് മടക്കിക്കുത്തി ശിവൻകുട്ടി അടക്കമുള്ള ജമീല പ്രകാശം അടക്കമുള്ളവർ നടത്തിയ പ്രകടനം നാം അന്ന് കണ്ടതാണ്, അറിഞ്ഞതാണ്, കേരളം സാക്ഷിയാണ്. അത്രയും തരത്തിലുള്ള വലിയ പ്രതിഷേധം നടക്കുമ്പോൾ ഇന്ന് ചെറിയൊരു പ്രതിഷേധം നടന്നപ്പോൾ തന്നെ ശിവൻകുട്ടി ഒന്ന് പറഞ്ഞത് മര്യാദ പാലിക്കാൻ അറിയില്ല എന്നാണ്. സഭയിൽ എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ലെങ്കിൽ പഠിപ്പിച്ചു തരാമെന്ന് ശിവൻകുട്ടി പറയുമ്പോൾ അതിൻ്റെ ധാർമ്മികത കൂടി ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. കാരണം CPM ചെയ്താൽ അതെല്ലാം ശരിയും, അല്ലെങ്കിൽ CPM-ന്റെ നേതാക്കന്മാർ, CPM-ന്റെ MLA-മാർ, CPM-ന്റെ മന്ത്രിമാർ അടക്കമുള്ളവർ ചെയ്യുന്നതെല്ലാം ശരിയാവുകയും പിന്നീട് പ്രതിപക്ഷത്ത് അതിപ്പോൾ കോൺഗ്രസ് ആയിക്കോട്ടെ BJP ആയിക്കോട്ടെ ഇവർ ചെയ്യുന്ന ഏതെങ്കിലും കാര്യം എടുത്താൽ അതൊക്കെ ട്രോളുകളായി മാറുകയും അല്ലെങ്കിൽ ട്രോളുകൾ ഉണ്ടാക്കാനായി സൈബർ പടകൾ തുനിഞ്ഞിറങ്ങുകയും ചെയ്യുന്ന സാഹചര്യം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ PR ടീം അടക്കമുള്ളവർ, സൈബർ ടീമിലെ വെട്ടുക്കിളികൾ അടക്കമുള്ളവർ വന്ന് വലിയ തരത്തിൽ BGM ഒക്കെ ഇട്ട് വലിയ തരത്തിൽ ചർച്ച ചെയ്യുമ്പോഴും വലിയ തരത്തിൽ ആഘോഷിക്കുമ്പോഴും നിങ്ങൾ കാണാതെ പോകുന്ന, അറിയാതെ പോകുന്ന, മനഃപൂർവ്വം കണ്ടില്ല എന്ന് നടിക്കുന്ന ചില കാര്യങ്ങൾ കൂടി കേരളത്തിൽ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുന്നത് നല്ലതാണ്. കാരണം ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കന്മാർ, MLA-മാർ അന്ന് സഭയിൽ കാട്ടിക്കൂട്ടിയത് ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ശിവൻകുട്ടി മറിയാതെ പോകുന്നതോ മറന്നു പോയതോ കൂടിയാണെന്ന് പറയേണ്ടി വരും. കാരണം അന്ന് KM മാണിക്കെതിരെ നടത്തിയ പ്രതിഷേധ പ്രകടനങ്ങൾ, പ്രതിഷേധ സമരങ്ങൾ, സഭ പ്രക്ഷുബ്ധമാക്കുന്ന രീതിയിലുള്ള സമര കോലാഹലങ്ങളെല്ലാം നടത്തിയവർ പിന്നീട് KM മാണിയുടെ മകനെ പാർട്ടിയിലേക്ക് ചേർക്കുകയും അവിടെ നിന്ന് പാർട്ടി സീറ്റ് കൊടുക്കുകയും ഇപ്പോൾ KM മാണിയുടെ മകൻ CPM-ന്റെ എല്ലാമായി മാറുന്ന സാഹചര്യമുണ്ട്. കാരണം അന്ന് ബാർകോഡ് അഴിമതിയിൽ പിന്നീട് MV ഗോവിന്ദൻ അടക്കമുള്ളവർ വന്നിട്ട് പറഞ്ഞത് അത് രാഷ്ട്രീയം മാത്രമായി, നമുക്കറിയാമായിരുന്നു അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന്. പക്ഷേ അത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയത്തിൽ അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ പിന്നീട് പലപ്പോഴായി പറഞ്ഞിട്ടുള്ളതാണ്. സെക്രട്ടേറിയറ്റ് വളയുന്ന സമരം അടക്കമുള്ളവ നാം കണ്ടതാണ്. അതിൽ CPM എത്രത്തോളം കേരളത്തെ കലാപകലുഷിതമാക്കിയെന്നുള്ളതും നാം കണ്ടതാണ്, അറിഞ്ഞതാണ്. അങ്ങനെ യാതൊരു കാരണവുമില്ലാത്ത, ഒരു സത്യവുമില്ലാത്ത കാര്യത്തിൽ, അതായത് KM മാണിയുടെ വീട്ടിൽ നോട്ടെണ്ണുന്ന മെഷീൻ വരെ ഉണ്ടെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച CPM പിന്നീട് KM മാണിയുടെ മകനെ തന്നെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും അവർ പാർട്ടിയിൽ വരികയും പിന്നീട് മാണിയുടെ മകൻ ജോസ് കെ മാണി തോറ്റുപോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും LDF-ന്റെ ഭാഗമായി തന്നെയാണ് ജോസ് കെ മാണി നിർത്തുന്നതും. ഇവിടെ ജോസ് കെ മാണിക്ക് വലിയ പിന്തുണയ്ക്ക് ഇന്ന് CPM നൽകുന്നുണ്ടെങ്കിലും
അന്ന് എന്താണ് നടന്നതെന്നുള്ളത് ജോസ് കെ മാണി മറന്നിരിക്കുന്നു. കാരണം ഇത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ പലപ്പോഴും അങ്ങനെ ഉണ്ടാകുന്നതാണ്. രാഷ്ട്രീയത്തിൽ നിരന്തരമായി ശത്രുക്കളൊന്നും ഉണ്ടാകാറില്ല. എപ്പോഴും ഉണ്ടാകുന്ന രാഷ്ട്രീയ എതിരാളികൾ മാത്രമാണ് എന്ന് തന്നെയാണ് രാഷ്ട്രീയക്കാർ പറഞ്ഞു വെക്കുന്നത്. അത് തന്നെയാണ് ഇവിടെയും നടന്നിട്ടുള്ളത്. എന്നിരുന്നാലും ഇവിടെ ജോസ് കെ മാണി അടക്കമുള്ള ഇന്ന് LDFിൻ്റെ ഭാഗമായി നിൽക്കുമ്പോഴും അന്ന് KM മാണിക്ക് സപ്പോർട്ട് നൽകിയ KM മാണിക്ക് വേണ്ടി KM മാണി തന്നെ ബജറ്റ് അവതരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച് കൂടെ നിന്ന ഈ പറഞ്ഞ ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾക്കെതിരെയാണ് അന്ന് സമരം നടന്നത്. ഉമ്മൻചാണ്ടിയാണെന്ന് മുഖ്യമന്ത്രി. KM മാണിയുടെ ബജറ്റ് അവതരണം ഏത് വിധേനയും തടസ്സപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമായിരുന്നു അന്ന് CPM ഉണ്ടായിരുന്നു. തടഞ്ഞേ പോകൂ എന്നുള്ളതായിരുന്നു CPM ലക്ഷ്യമിട്ടതും. എന്നാൽ അന്ന് ഉമ്മൻചാണ്ടിയുടെ ദൃഢമായ നിലപാടിലൂടെയാണ് അന്ന് ഈ പറഞ്ഞ KM മാണി ബജറ്റ് അവതരിപ്പിക്കുന്നതും ആ ബജറ്റിന് ശേഷം വലിയ തരത്തിൽ സഭ പ്രക്ഷുബ്ധമാകുക മാത്രമല്ല കലാപകലുഷിതമായി സഭയിലെ സ്പീക്കറുടെ ചെയറടക്കം തല്ലിപ്പൊളിച്ച് എഴുന്നേറ്റ് നിന്ന് മുണ്ട് മടക്കി കുത്തി ശിവൻകുട്ടി കാണിച്ച എല്ലാ പ്രകടനങ്ങളും അന്ന് കേരളം കണ്ടതാണ്. ഒടുവിൽ ദേഹാസ്വാസ്ഥ്യമുണ്ടായി മറിഞ്ഞു വീഴുകയും അവിടെ നിന്ന് സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യം വരെ കേരളം കണ്ടതാണ്, കേരളം അറിഞ്ഞതാണ്. ഷർട്ടിൻ്റെ ബട്ടൺ വരെ അഴിഞ്ഞു പോയി മുണ്ട് മടക്കി കുത്തി നിൽക്കുന്ന ശിവൻകുട്ടി അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകുന്ന ശിവൻകുട്ടിയെ കേരളം ഇന്നും മറന്നിട്ടില്ല. ആ ശിവൻകുട്ടി ഇന്ന് വന്ന് പറയുകയാണ് സഭയിൽ എങ്ങനെ പെരുമാറണമെന്നും സഭയിൽ മര്യാദയോടെ പെരുമാറേണ്ടത് എങ്ങനെയാണെന്നും ഞങ്ങൾ പഠിപ്പിച്ചു തരാം എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ കോൺഗ്രസിലെ നേതാക്കന്മാർ പൊതുജനങ്ങൾ കളിയാക്കുകയല്ലാതെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള പ്രസക്തമായ ചോദ്യവും നിലനിൽക്കുന്നുണ്ട്.